ഇറിഡിയം ഇടപാടാണ്. അതിന്റെ പേരിൽ എറണാകുളം ജില്ലയിൽ ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് 190-ലധികം പേരെയാണ് അത്ര കബളിപ്പിച്ചത്. 20 ലക്ഷം മുതൽ 1 കോടി വരെ പലർക്കും നഷ്ടമായിട്ടുണ്ട് എന്നത് ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ്. 23 ലക്ഷം രൂപ നഷ്ടപ്പെട്ട എറണാകുളം സ്വദേശിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് ഇപ്പോൾ കേസെടുത്തു. അപ്പോൾ നിലവിൽ ഇതുവരെ ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റിനെതിരെ 3 പരാതികളാണ് സംസ്ഥാനത്ത് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. നിതിൻ സേവ്യറാണ് അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നത് കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇതിലിപ്പോൾ ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിനാവട്ടെ 23 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്, നടപ്പാക്കിയത്? എത്രത്തോളം ആളുകൾക്ക്, ഇനിയും പുറത്തു വരാത്ത തട്ടിപ്പിനിരയായ ആളുകൾ കൂടുതലുണ്ടാകുമോ? തീർച്ചയായും പുറത്തു വരാത്ത ആളുകളാണ് കൂടുതലുള്ളത്. കാരണം നിലവിൽ ഇതുവരെ 23 പരാതികളാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ എറണാകുളം ജില്ലയിലെ ആദ്യ പരാതിയാണ് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്തത്. ആലപ്പുഴയിലും കോട്ടയത്തും ഒക്കെ നേരത്തെ തന്നെ പല പരാതികൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ പ്രധാനമായും ഇറിഡിയം ലോഹ കച്ചവടത്തിൽ പണം ഇറക്കിക്കഴിഞ്ഞാൽ അത് 10 ഇരട്ടി അല്ലെങ്കിൽ 100 ഇരട്ടിയായി തിരികെ നൽകാമെന്നാണ് ഇവർ പ്രധാനമായും ഈ പണം നിക്ഷേപിച്ചവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇതിനുവേണ്ടി ഇവർ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തന്നെ തുടങ്ങിയിരുന്നു. ബിയോണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി ഈ ട്രസ്റ്റിൽ അംഗങ്ങളാക്കിയായിരുന്നു ഈ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഇതിൽ നിരവധി ആളുകൾ, അത് പോലീസുകാരുണ്ട്, പള്ളിയിലെ അച്ഛന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, കന്യാസ്ത്രീകളുണ്ട്, ഈ ക്ഷേത്രത്തിലെ പൂജാരിമാരുണ്ട്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഇത്തരത്തിൽ ഈ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ഒരു യുവതി പരാതി നൽകിയിട്ടുണ്ട്. 23 ലക്ഷം രൂപ തൻ്റെ നിന്നും തട്ടിയെടുത്തുവെന്നാണ് ഹിൽ പാലസ് പോലീസിന് ഇത്തരത്തിൽ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ പ്രധാനമായും ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ തന്നെ അംഗമാക്കുന്നു. 10 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 10 കോടി രൂപ തിരികെ നൽകാമെന്നാണ് തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ഒരു യോഗം കോട്ടയത്ത് ചേർന്നിട്ടുണ്ട്. ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. RBIയുടെ അംഗീകാരമുള്ള ട്രസ്റ്റാണെന്ന് പറഞ്ഞാണ് തന്നെ ഇതിൽ പങ്കെടുപ്പിച്ചതെന്നാണ് ഇവർ നൽകിയ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. RBIയുടെ ഉദ്യോഗസ്ഥർ എന്ന പേരിൽ ചില ഉദ്യോഗസ്ഥർ ഈ യോഗത്തിലെത്തിയത് തൻ്റെ വിശ്വാസത്തെ കൂട്ടി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് പണം തിരികെ ചോദിച്ചപ്പോഴൊന്നും പണം തിരിച്ച് ലഭിച്ചില്ല എന്ന് ഈ യുവതി പറയുന്നുണ്ട്. മാത്രമല്ല പരാതി RBIയിൽ നിന്ന്, ബാങ്കിൽ നിന്ന് പണം കിട്ടിയാൽ ഉടനെ ലഭിക്കുമെന്നും പരാതിയുമായി മുന്നോട്ട് പോയാൽ നിങ്ങളുടെ പണം ലഭിക്കില്ല എന്നും ഇവരോട് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട്. പ്രധാനമായും ഇതിൽ ഒരു DYSPയുടെ അടക്കം പണം നഷ്ടമായി എന്നാണ്. റിസർവ് പോലീസിന്റെ DYSP ആയ എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖന്റെ പണം നഷ്ടമായി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. 25 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്നും തട്ടിയെടുത്തു. ഒപ്പം തന്നെ ഒരു വനിതാ SIയുടെ ഭർത്താവിൽ നിന്നും 10 ലക്ഷം രൂപ തട്ടിയെടുത്തിരുന്നു. ഈ വനിതാ SI പിന്നീട് ഇവരെ വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് പണം ലഭിക്കും, കാത്തിരിക്കുക എന്ന് മാത്രമാണ് മറുപടി പറഞ്ഞതെന്നാണ് പറയുന്നത്. അങ്ങനെ ആലപ്പുഴയിലും കോട്ടയത്തുമായി നേരത്തെ തന്നെ നിരവധി പരാതികൾ വന്നിരുന്നു. ഇതിൽ ഈ പ്രധാനമായും ഈ കേസ് എടുത്തിരിക്കുന്നത് 4 പേർക്കെതിരെയാണ്. അതായത് ചാരിറ്റബിൾ ട്രസ്റ്റിനെ 1ാം പ്രതിയാക്കി രജിസ്റ്റർ ചെയ്ത കേസിൽ ആലപ്പുഴ സ്വദേശിയായ സജി ഔസേഫാണ് 2ാം പ്രതി. ഈ സജി ഔസേഫാണ് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ തോതിൽ ആളുകളെ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തട്ടിപ്പിന് ഇരയാക്കിയത് എന്നാണ് പോലീസ് പറയുന്നത്. തമിഴ്നാട് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു വലിയ സംഘം, അവരുടെ ഇടനിലക്കാരായി കേരളത്തിൽ നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നു. അതിൽ സജി ഔസേഫ് പ്രധാനിയാണെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലയിലെ ഭൂരിഭാഗം ആളുകളെയും ഇത്തരത്തിൽ ഇതിൽ തട്ടിപ്പിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത് സജി ഔസേഫാണെന്ന് പറയുന്നു. എറണാകുളത്ത് മാത്രം 190-ലധികം പേർക്ക് പൈസ നഷ്ടമായിട്ടുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിലും കോട്ടയത്തുമായി 250-ലേറെ പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 10 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ നിക്ഷേപിച്ച ആളുകളുണ്ട്. അപ്പോൾ ഇതൊരു വലിയ തട്ടിപ്പാണ്, ഇറിഡിയം തട്ടിപ്പ് ഒരു വലിയ തട്ടിപ്പാണ് എന്ന് പോലീസിന് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നാണക്കേട് ഭയന്ന് പലരും പരാതിയുമായി മുന്നോട്ട് വരാത്തത് ഈ കേസന്വേഷണത്തിൽ വലിയ തോതിൽ ബാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചെന്നൈ സ്വദേശിയായ നടാഷ, അഹമ്മദ് ഷാ എന്നിവരെയാണ് നിലവിൽ പ്രതികളായി കേസെടുത്തിട്ടുള്ളത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പല സ്ഥലത്തും വലിയ തോതിലുള്ള അറസ്റ്റുകളൊക്കെ നടന്നിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശികളായ 4 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ പരാതികൾ കൂടുന്നത്. കൂടുതൽ പരാതികൾ വന്നാൽ മാത്രമേ അന്വേഷണം കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ പറ്റുമെന്ന നിലപാടിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഏതായാലും ഒരു സംസ്ഥാന പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ അടക്കം തട്ടിപ്പിനിരയാക്കിയ ഇപ്പോൾ ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇനിയും ഒരുപാട് പരാതികൾ വരുമ്പോൾ പക്ഷേ ഈ പറഞ്ഞ കണക്കുകളൊന്നും നിൽക്കില്ല ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്നാണ് മനസ്സിലാകുന്നത്.